നമസ്കാരം. മലപ്പുറത്ത് നിന്നാണേ. മലപ്പുറം എന്ന് പറഞ്ഞാൽ പന്ത് കളിയുടെ നാട്, കാൽപന്ത് കളിയുടെ നാട്. മുമ്പ് 11s ആയിരുന്നു, പിന്നെ 7s ആയി, പിന്നെ 5s ആയി. എന്തൊക്കെയാണ് അല്ലേ? ഇവിടെ ഇന്ന് പുറത്തിറങ്ങി നടക്കുമ്പോൾ ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും അതുപോലെ പോർച്ചുഗലിന്റെയും അർജന്റീനയുടെയും ഒക്കെ കൊടികളാണ് ഇവിടെയൊക്കെ കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മലയാളി പയ്യന്റെ കട്ടൗട്ടുകൾ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. അവരുടെ കൊടികളൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമാണ് അത് കാണുമ്പോൾ. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ പന്ത് കളിയെക്കുറിച്ച് വാർത്തകൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ മനസ്സിനെ സ്പർശിച്ച ഒരു സംഭവം ഉണ്ടായി. നമ്മൾ കുറെ കാലമായിട്ട് ചാനലുകൾ ചർച്ച ചെയ്യുന്നതും ഞാനടക്കമുള്ള വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അതിനെക്കുറിച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് തോന്നി. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യന്മാരാവൂല എന്നതുകൊണ്ടാണ്. നമുക്കറിയാലോ, നമ്മുടെ കായിക രംഗം എന്ന് പറയുന്നത് വെറും ഒരു വിനോദമൊന്നുമല്ല. അത് മാത്രമല്ല, മറിച്ച് അതിശക്തമായ രാഷ്ട്രീയ നിലപാടുകളുടെയും മനുഷ്യത്വത്തിന്റെയും ഉച്ചത്തിലുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണെന്ന് തെളിയിക്കുന്ന ചില കാഴ്ചകൾ നാം ഇതിനിടയിൽ നമ്മൾ കാണും. അത് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും നല്ല രീതിയിലും ചീത്ത രീതിയിലും കാണും. ഇപ്പോൾ അമേരിക്കയിൽ വെച്ച് നടക്കുന്ന മത്സരങ്ങൾക്ക് അമേരിക്കയിൽ മത്സരിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ മത്സരം കാണാൻ കഴിയാതെ, മത്സരം നിയന്ത്രിക്കാൻ കഴിയാതെ പലരും മാറി നിൽക്കേണ്ടി വന്ന സാഹചര്യം അറിയാലോ. അവിടുത്തെ വർഗീയമായിട്ടുള്ള, ജാതീയമായിട്ടുള്ള, രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റി നിർത്തൽ, ചില അത് കായിക രംഗത്തെ പോലും അതിനകത്ത് സ്വാധീനിച്ചുകൊണ്ട് അമേരിക്ക കാണിച്ചിട്ടുള്ള ചണ്ടിത്തരങ്ങൾ അല്ലേ, അതിന്റെ നെഗറ്റീവ് വശമാണ്. പക്ഷെ എല്ലാ ശത്രുതയും മാറ്റിവെച്ചിട്ട് കളിയാണ്, അതായത് സ്പോർട്സ് ആണ് എന്ന് കരുതി പരസ്പരം മത്സരിക്കുന്നത് നമുക്ക് കാണാം. നമുക്കറിയാം, ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റൊക്കെ ഉദാഹരണമാണ് അല്ലേ. ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ ഭരണപരമായിട്ട് രാഷ്ട്രീയപരമായിട്ട് ഒരു യോജിപ്പില്ലാത്ത രണ്ട് രാജ്യങ്ങളാണ് നമ്മൾ. കാരണം ഭരണകൂടങ്ങൾ തമ്മിൽ, പാകിസ്ഥാൻ പ്രത്യേകിച്ചും നമ്മളോട് കാണിക്കുന്നത് ചരിത്രമാണ്. നമുക്ക് അവർ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റൂല. പക്ഷെ അതിന് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നമ്മൾ കൊണ്ടുവരാറില്ല. അപ്പോൾ നല്ലതുമുണ്ട്, ചീത്തയുണ്ട്. ഏതായാലും ഈ സ്പോർട്സ് എന്ന് പറഞ്ഞത് നിലപാടുകളുടെയും മനുഷ്യത്വത്തിന്റെയും ഒക്കെ ഉച്ചസ്ഥിലുള്ള ഒരു പ്രഖ്യാപനമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു വീഡിയോ, ആ വീഡിയോ ഞാൻ കണ്ടു. അതില് വളരെ വിചിത്രമെന്ന് തോന്നാവുന്ന എന്നാൽ ആഴത്തിലുള്ള ചില രാഷ്ട്രീയ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ചില രംഗങ്ങളുണ്ട്. ഗസ നമുക്കറിയാലോ, പലസ്തീൻ, ഗസ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അവകാശ ധ്വംസനങ്ങൾ നടക്കുന്ന, കൂട്ട വംശഹത്യ നടന്നുകൊണ്ടിരിക്കുന്ന, ഇസ്രായേൽ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്ന, ഉപരോധം കൊണ്ട് തുറന്ന ജയിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയുടെ നാട്. സൗദി അറേബ്യ നമ്മുടെ മലയാളികളായിട്ടുള്ളവരുടെ, അല്ലെങ്കിൽ മലയാളികൾക്ക് അന്നം തരുന്ന ഒരു നാട്. സ്പെയിനും സൗദി അറേബ്യയും തമ്മിലൊരു മത്സരം നടന്നപ്പോൾ, അല്ലെങ്കിൽ സ്പെയിനും ഒരു അറബി രാജ്യവും തമ്മിൽ, അങ്ങനെ തന്നെ പറയാം, ഒരു അറബി രാജ്യം തമ്മിൽ ഒരു മത്സരം നടന്നപ്പോൾ ഗസയിലെ ജനങ്ങൾ, നമ്മളിവിടെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞിട്ട് തല്ലിക്കൊല്ലുന്ന ആൾക്കാരാണ്, അവരെ ഇത്രയും ദുരന്തത്തിനിടയിൽ നമ്മൾ അവരെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക. ആ ഗസയിലെ ജനങ്ങൾ അറബി രാജ്യമായ സൗദി അറേബ്യ പിന്തുണയ്ക്കുന്നതിന് പകരം സ്പെയിൻ എന്ന യൂറോപ്യൻ രാജ്യത്തെ ഹൃദയപൂർവ്വം പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് ഗാസയിലെ ജനങ്ങൾ സ്പെയിനിനെ ഇങ്ങനെ നെഞ്ചിലേറ്റെന്നറിയാമോ? ബാഹ്യമായിട്ട് നോക്കുമ്പോൾ ഇതൊരു കായിക മത്സരമാണ് എന്നുണ്ടെങ്കിലും ഇതിന്റെ പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്, ഒരു നന്ദിയുണ്ട്, ഒരു കടപ്പാടുണ്ട്. എല്ലാത്തിനും ഉപരിയായി മനുഷ്യത്വത്തോടുള്ള ഒരു ആദരവുണ്ട്. 2 വർഷത്തോളമായി ഗസയിലെ നിരപരാധികളായിട്ടുള്ള ജനങ്ങളെ ഇസ്രായേൽ ക്രൂരമായി കൂട്ടക്കുരുതി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം. ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് എല്ലാ ദിവസവും കൂട്ടക്കുരുതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സ്വന്തം കൺമുന്നിൽ ചോരപ്പുഴ ഒഴുകിയപ്പോൾ അതിനെതിരെ ശക്തമായി സംസാരിക്കാൻ പാശ്ചാത്യ ലോകത്ത് നിന്ന് ഉണ്ടായ ഏക രാജ്യം എന്ന് പറയുന്നത് സ്പെയിനാണ്. ഇസ്രായേൽ ഈ ചെയ്യുന്നത്, കാട്ടിക്കൂട്ടുന്നത് തികഞ്ഞ അനീതിയാണെന്നും ആ ക്രൂരതകളിൽ നിന്ന് അവർ പിന്മാറണമെന്നും അന്താരാഷ്ട്ര വേദികളിൽ പരസ്യമായി വാണിംഗ് നൽകാൻ സ്പെയിൻ കാണിച്ചിട്ടുള്ള ധീരത, ആ ധീരതയോടുള്ള നന്ദിയാണ്, ആ ഒരു നിലപാടിനോടുള്ള ഗസയുടെ നന്ദി പ്രകടനമാണ് നാം സ്പോർട്സ് ഗ്രൗണ്ടുകളിലും അതുപോലെ ഗാസയുടെ തെരുവീതികളിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ സ്പെയിനിന്റെ സൂപ്പർ സ്റ്റാർ കളിക്കാരനായിട്ടുള്ള ലാമിൻ യമാൽ, ഒരു 18കാരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഗ്രൗണ്ടിലേക്ക് പലസ്തീന്റെ കൊടിയുമായി ഇറങ്ങുന്ന ഒരു കാഴ്ച, ആ കാഴ്ച ലോകം കണ്ടതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്തെ നിയന്ത്രിക്കുന്ന, ഏതൊരു കരിയറും തകർക്കാൻ ശേഷിയുള്ള വലിയൊരു ഇസ്രായേൽ ലോബി അവിടെ ഉണ്ട് എന്ന് അറിയാത്തത് കൊണ്ടല്ല. അവനത് ചെയ്യുമ്പോൾ അവനറിയാം, വളരെ വ്യക്തമായിട്ട് അറിയാം. ഒരുപക്ഷെ തന്റെ സ്പോൺസർഷിപ്പുകൾ നഷ്ടപ്പെട്ടേക്കാം, ബാഴ്സലോണയിലെ തന്റെ കളി പോലും ഒരുപക്ഷെ മുടങ്ങിയേക്കാം, തന്റെ ഭാവി തന്നെ ഒരുപക്ഷെ ഇല്ലാതാക്കാൻ ഇസ്രായേൽ ലോബിക്ക് സാധിക്കും. അങ്ങനെ ഒരു ബോധ്യം, ഒരു പൂർണ്ണ ബോധ്യം അയാൾക്കുണ്ടായിട്ടും ആ 18കാരൻ പലസ്തീൻ പതാക ഏന്താൻ കാണിച്ചിട്ടുള്ള ധൈര്യമുണ്ടല്ലോ, ആ ധൈര്യം കേവലം ഒരു ആവേശമല്ല, അത് കൃത്യമായ ഒരു നിലപാടാണ്. ആ ചെറുപ്പക്കാരന് ലഭിച്ചിട്ടുള്ളത് മനുഷ്യത്വത്തിൽ നിന്ന് ഊന്നിയിട്ടുള്ള വലിയൊരു ധൈര്യമാണ്. നമുക്കറിയാം, നമ്മൾ പല താരങ്ങളെയും പല രാജ്യങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ പല രാജ്യങ്ങളുടെയും കൊടികളും ഫ്ലക്സുകളും നമ്മൾ
ഇങ്ങനെ കെട്ടിപ്പൊന്തിക്കുന്നുണ്ട്, മത്സരിച്ച് ഫ്ലെക്സ് ഒക്കെ അടിച്ചു വെക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ലോകം വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഇത്തരം രാജ്യങ്ങളെയും താരങ്ങളെയും ഒക്കെ പരസ്യമായി സപ്പോർട്ട് ചെയ്യേണ്ട കൃത്യമായ ഒരു സമയമാണെന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ ഇന്ന് ഇവരെ പിന്തുണച്ചാൽ മാത്രമേ ഭാവിയിൽ ലോകത്തെവിടെയെങ്കിലും മനുഷ്യരെ ബാധിക്കുന്ന ക്രൂരതകൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ പുതിയ നേതാക്കളും പുതിയ താരങ്ങളും മുന്നോട്ട് വരുള്ളൂ. ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാം ഗാസയിലെ അല്ലെങ്കിൽ പലസ്തീനിലൊക്കെ അനുഭവിക്കുന്ന ആഴത്തിലുള്ള ദുരന്തങ്ങളെയും ഇസ്രായേൽ വിതയ്ക്കുന്ന ഭീകരതയും കുറിച്ചിട്ട് കൂടുതൽ സംസാരിക്കേണ്ടി വരും. പതിറ്റാണ്ടുകളായി തുടരുന്ന അധിനിവേശത്തിന്റെ ഒരു ചരിത്രം അതാണ് പലസ്തീൻ്റെത്. 1948 നക്ബ മുതൽ ഇന്നുവരെ സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ഒരു ജനതയുടെ വിലാപമാണ് അവിടെ കേൾക്കുന്നത് എന്ന് മനസ്സിലാക്കും. ലോകത്തിന്റെ ഏറ്റവും വലിയ തുറന്ന ജയിലാണ് ഇന്ന് ഗാസ. ചുറ്റും മതിൽ കെട്ടിയേക്കാണ്. കടലും ആകാശവും ഇസ്രായേലിന്റെ കർശന നിയന്ത്രണത്തിലാണ്. ഇസ്രായേൽ അറിയാതെ ഒരു ഈച്ച പോലും അങ്ങോട്ട് കടക്കില്ല, ഒരു തുള്ളി വെള്ളം പോലും അങ്ങോട്ട് കൊണ്ടുപോരാനും കഴിയില്ല, ഒന്നും കൊണ്ടുവരാൻ കഴിയില്ല, ഒന്നിനും അനുവാദമില്ലാത്ത ഒരിടം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഗസയിൽ നടക്കുന്നത് യുദ്ധമല്ല, യുദ്ധമാണ്, പ്രതിരോധമാണ് എന്നൊക്കെ നമ്മൾ പറയും. അവിടെ ഹമാസിനെയൊക്കെ അങ്ങോട്ട് പൊക്കി പറയും. സത്യത്തിൽ അവിടെ ആസൂത്രിതമായിട്ടുള്ള വംശഹത്യയാണ് നടക്കുന്നത്. ആശുപത്രികൾ, അഭയാർത്ഥി ക്യാമ്പുകൾ, സ്കൂളുകൾ, സർവകലാശാലകൾ എല്ലാം ബോംബിട്ട് തകർക്കാണ്. പിഞ്ചു കുഞ്ഞുങ്ങള്, ഗർഭിണികളായ സ്ത്രീകള്, പ്രായമായവര്, ഇവരൊക്കെ അടക്കം പതിനായിരക്കണക്കിന് നിരപരാധികളാണ് ഇവിടെ നിഷ്കരണം കൊല്ലപ്പെടുന്നത്. കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ എത്രയോ ശരീരങ്ങൾ ഇപ്പോഴും അഴുകി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു തലമുറയെ മുഴുവൻ മാനസികമായിട്ടും ശാരീരികമായിട്ട് തകർത്തെറിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഗസയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊല ചെയ്യപ്പെടുന്നവർക്ക് പുറമെ ജീവിച്ചിരിക്കുന്നവര്, അവർ അനുഭവിക്കുന്ന ദുരിതം ഈ മരിച്ചുപോയവര് അനുഭവിച്ചതിനേക്കാൾ വളരെ ദുരന്തമാണ്, വളരെ ഭയങ്കരമാണ്. ഗസയിലേക്ക് വരുന്ന കുടിവെള്ളം, ഭക്ഷണം, മരുന്ന്, ഇതൊക്കെ ഇസ്രായേൽ പൂർണ്ണമായിട്ടും തടഞ്ഞിരിക്കുകയാണ്. പട്ടിണി കിടന്ന് മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങള് മനസ്സാക്ഷിയുള്ള ഒരു മനുഷ്യനെയും എന്താ പറയാ, അവന്റെ കണ്ണുകൾ, അവന്റെ ചിത്രങ്ങൾ ഏതൊരു മനുഷ്യനെയും ഉലയ്ക്കുന്നതാണെന്ന് മനസ്സിലാക്കണം. അനസ്തീഷ്യ പോലും ഇല്ലാതെ പരിക്കേറ്റ കുഞ്ഞുങ്ങളുടെ കൈയും കാലും മുറിച്ചു മാറ്റേണ്ടി വരുന്ന ഡോക്ടർമാരുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അടിസ്ഥാനപരമായിട്ടുള്ള മനുഷ്യാവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട് ഒരു തുള്ളി വെള്ളത്തിനായി, ഒരു കഷ്ണം റൊട്ടിക്കായി തെരുവിൽ അലയേണ്ടി വരുന്ന ഒരു ജനതയുടെ വിലാപം കേൾക്കാൻ ലോകത്തെ വൻ ശക്തികൾക്ക് സാധിക്കുന്നില്ല എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. നമുക്കിത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ, നമ്മുടെ 8ഉം 10ഉം വയസ്സുള്ള മക്കൾ ഒരു റൊട്ടിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്ഥലത്ത് മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടി നിൽക്കുന്ന ഒരവസ്ഥ, അവർ തട്ടിക്കളയുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അവരുടെ കൈകാൽ മുറിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥ, പച്ചയ്ക്ക് ഒരു 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 ഇഞ്ചക്ഷൻ പോലും കൊടുക്കാതെ മുറിച്ചു മാറ്റപ്പെടുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് സങ്കല്പിക്കാൻ, ഞാനിത് പറയുമ്പോൾ എന്റെ കണ്ടമടറുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്നറിയാം. കാരണം അത്രത്തോളം നമ്മുടെ കുരുന്നുകളെ, നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ലോകത്ത് എവിടെ ആരായാലും, അത് ഇസ്രായേലിലായാലും പലസ്തീനിലായാലും ഇറാനിലായാലും അമേരിക്കയിലായാലും എവിടെയായാലും കുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള കുട്ടികളെയാണ് അവിടെ നിഷ്കരണം ഗാസയിൽ വളഞ്ഞു കുത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകത്തെ വൻ ശക്തികൾ ഇസ്രായേലിന്റെ ക്രൂരതയ്ക്ക് ആയുധവും പണവും എല്ലാം നൽകി പിന്തുണച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യൂറോപ്പിന്റെ മണ്ണിൽ നിന്ന് സ്പെയിൻ വേറിട്ടൊരു ശബ്ദമായി മാറുന്നത്. സ്പെയിൻ ഗാസയ്ക്ക് നൽകുന്ന പിന്തുണ അതൊരു കേവലം ഒരു രാഷ്ട്രീയ പ്രസ്താവനയൊന്നുമല്ല, മറിച്ച് തകർന്നുപോയ അന്താരാഷ്ട്ര നിയമങ്ങളെ അല്ലെങ്കിൽ മനുഷ്യത്വത്തെ ഒക്കെ മുറുകെ പിടിക്കലാണ്. പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി ഔദ്യോഗികമായി അംഗീകരിക്കാൻ സ്പെയിൻ കാണിച്ചിട്ടുള്ള ധീരതയുണ്ടല്ലോ, അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. യൂറോപ്യൻ യൂണിയൻ ഇസ്രായേലിന്റെ നടപടികൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്നും അതേപോലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഇസ്രായേലിനെതിരെ നടക്കുന്ന അന്വേഷണങ്ങളെ പിന്തുണയ്ക്കണമെന്ന് സ്പെയിൻ ശക്തമായി വാദിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഈ അന്താരാഷ്ട്ര തലത്തിൽ തങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ഭയമൊന്നും അവിടെ സ്പെയിനില്ല. സത്യത്തിന്റെ ഒപ്പം നിൽക്കാൻ അവർ എപ്പോഴും തയ്യാറാണ്, അതിനുവേണ്ടി തന്നെയാണ് നിൽക്കുന്നത്. സ്പെയിൻ കാണിക്കുന്ന ഈ രാഷ്ട്രീയ ധീരത, ലാമിൻ യമാലിനെ പോലെയുള്ള കൗമാരക്കാരായിട്ടുള്ള 18കാരായിട്ടുള്ള കായിക താരങ്ങൾ കാണിക്കുന്ന മാനുഷികമായിട്ടുള്ള നിലപാടുകൾ ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് വലിയൊരു പ്രചോദനമാണ് ഇതൊക്കെ. അധികാരം കൊണ്ടും പണം കൊണ്ടും സൈനിക ശക്തി കൊണ്ടും ഒരു ജനതയെ മുഴുവൻ അടിച്ചമർത്താമെന്ന് കരുതുന്ന സയനിസ്റ്റ് ശക്തികൾക്കുള്ള ശക്തമായ മറുപടിയാണിത്. ഫുട്ബോൾ മൈതാനങ്ങളിൽ ഉയരുന്ന പലസ്തീൻ പതാകകൾ കേവലം ഒരു തുണിക്കഷ്ണമല്ല, അങ്ങനെ കരുതാൻ വേണ്ട. അത് നീതിക്കായിട്ടുള്ള ദാഹവും പോരാട്ട വീര്യവുമാണ്. നമ്മൾ ഫുട്ബോളിനെയും മറ്റ് കായിക വിനോദങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്നവരാ. എന്നാൽ ആ സ്നേഹത്തിനപ്പുറം ലോകത്ത് ജീവിക്കുന്ന സഹജീവികളുടെ വേദന തിരിച്ചറിയാനുള്ള ഒരു മനസ്സുകൂടി നമുക്കുണ്ടാകണം. ക്രൂരതയ്ക്ക് മുന്നിൽ നിശബ്ദത പാലിക്കുന്നത് കുറ്റകൃത്യത്തിൽ പങ്കാളികളാകുന്നതിന് തുല്യമാണ് എന്നാണ് വൈപ്പ്. അങ്ങനെ തന്നെയാണ് നമ്മുടെ മുൻ തലമുറ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ പലസ്തീനിലെയും
ഗസയിലെയും ജനത അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് നേരെ നമ്മൾ കണ്ണടച്ചുകൊണ്ടിരിക്കരുത്. സ്പെയിനിനെ പോലെ ലാം യമാനിനെ പോലെ നീതിയുടെയും മനുഷ്യത്വത്തിന്റെയും പക്ഷത്ത് നിൽക്കാൻ നമ്മൾ മനുഷ്യരാണെങ്കിൽ, അങ്ങനെ മനുഷ്യരാണെന്ന് അവകാശപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് സാധിക്കണം. Different angles. Don't forget to subscribe and support this channel.